ലോകസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടമായ ഏഴാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതും അതിനെ തുടർന്ന് ചിലർക്ക് പൗരത്വം നൽകിയതും വളരെ വലിയ ചർച്ചകൾക്കാണ് പശ്ചിമ ബംഗാളിൽ വഴിതെളിച്ചത്. ഏഴാം ഘട്ടത്തിൽ ഇനി കേവലം 9 സീറ്റുകളിലേക്ക് മാത്രമേ മത്സരം നടക്കുന്നുള്ളൂ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് വസ്തുത. പശ്ചിമ ബംഗാളിൽ എന്തുകൊണ്ടാണ് BJP ഈ അവസാന വട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിവിട്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ യാഥാർത്ഥ്യം വളരെ രസകരമാണ്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കുടിയേറ്റ സമുദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2 വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അവർ ഒന്ന് മധുവ വംശവും സമുദായവും മറ്റൊന്ന് രാജവംശി സമുദായവുമാണ്. ഈ 2 സമുദായങ്ങളും ഇന്ത്യ വിഭജന സമയത്ത് പിന്നീടും ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയ വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമം വളരെ അനുകൂലമായി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഭാഗത്തിന്റെ വോട്ടുകൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ചർച്ചകൾ ഉയർത്തിവിടുന്നതിലൂടെയും പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയും BJP ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഏറ്റവും വലിയ ഒന്നാമത്തെയും രണ്ടാമത്തെയും പട്ടികജാതി ജനസംഖ്യ വിഭാഗമായിട്ടാണ് ഈ മധുവ വിഭാഗവും അതുപോലെ തന്നെ രാജവംശി വിഭാഗവും അറിയപ്പെടുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക എന്നുള്ള നിയമമാണ്. ബംഗ്ലാദേശിൽ നിന്ന് പിന്നീട് സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടത്തെ പിന്നീട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഈ വിഭാഗങ്ങൾ മധുവ രാജവംശി വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിയേറി പെരുത്തിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളാണ് ശരിക്കും മധുവ രാജവംശി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്, അവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ്, അവർ പൊതുവായി അവിടുത്തെ SC വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അവിടെ ഈ രാജവംശി എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഏകദേശം 40 ലക്ഷത്തോളം ജനസംഖ്യ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പട്ടികജാതി ജനസംഖ്യയിൽ ഈ 2 വിഭാഗങ്ങളും നിർണായകമായിരിക്കുന്നു എന്നുള്ളതും ഇത് ഈ 2 വിഭാഗങ്ങളും പണ്ട് ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള വിഭാഗങ്ങളാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ വോട്ടുകൾ സ്വായത്തമാക്കുക എന്നാൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് CAA വന്ന അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിവിട്ട സമയത്തൊക്കെ ഈ വിഭാഗങ്ങളുടെ വോട്ടുകൾ നേടുവാൻ BJP അവിടെ പരമാവധി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 8ഓളം ലോകസഭാ മണ്ഡലങ്ങളിൽ പശ്ചിമ ബംഗാളിലെ 8ഓളം ലോകസഭാ മണ്ഡലങ്ങളിൽ ഈ മധുവ രാജവംശി വിഭാഗങ്ങൾ ഒരു നിർണായക ശക്തിയാണ് എന്നുള്ളതാണ് സൂചന. അവിടുത്തെ ബംഗാളിലെ ഭൂരിഭാഗവും ഈ പ്രത്യേകിച്ച് അവിടുത്തെ പട്ടിക വിഭാഗങ്ങളിലെ ഭൂരിഭാഗവും ഹിന്ദു ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം 99% വരുന്ന ജനസംഖ്യ ഈ പട്ടികജാതി ജനസംഖ്യ ഹിന്ദു ന്യൂനപക്ഷത്തിൽ വരുന്നവരാണ്. അപ്പോൾ ഇവരുടെ വോട്ടുകൾ സ്വായത്തമാക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ BJP സർക്കാർ CAA നിയമം നടപ്പിലാക്കിക്കൊണ്ട് അവിടെ നടപടികൾ എടുത്ത് എന്നാണ് പൊതുവെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണം. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ ബംഗാളി ഐക്യം, ബംഗാളി ഐഡന്റിറ്റി എന്നിവയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുവാൻ ശ്രമിക്കുന്നത്. അവർക്കെതിരെ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള വലിയ ആരോപണവും BJP അവിടെ ഉന്നയിക്കുന്നു. അതേസമയം തന്നെ മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സ്വായത്തമാക്കുവാനാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 42 മൊത്തം പശ്ചിമ ബംഗാളിലുള്ള 42 സീറ്റുകളിൽ കഴിഞ്ഞ തവണ കിട്ടിയ 22 സീറ്റുകളെക്കാൾ നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത്തവണ അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന മാക്സിമം സീറ്റുകൾ ഒരു വിലപേശൽ തന്ത്രമായി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രവും മമതാ ബാനർജിക്കുണ്ട്. ഒരുപക്ഷെ NDA സഖ്യത്തിനോ ഇന്ത്യ മുന്നണിക്കോ തങ്ങളുടെ സീറ്റുകൾ ആവശ്യമായി വന്നാൽ വലിയ തരത്തിലുള്ള ബാർഗെയിനിങ്, വിലപേശൽ നടത്തുവാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ
പുറത്ത് ബംഗാളിനകത്ത് സഖ്യങ്ങളൊന്നും ഇല്ല എന്നും ബംഗാളിന് പുറത്തേക്ക് പോയാൽ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്നൊക്കെയാണ് മമതാ ബാനർജി പറയുന്നതെങ്കിലും പലപ്പോഴും അവരുടെ നിലപാടുകളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വലിയ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ടാണ് അവർ ഉഴലുന്നത്. നമുക്കറിയാം സന്ദേശ് കാലി സംഭവവും അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതികളും ഒക്കെ അവരുടെ പിറകിലുണ്ട്, ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ തരുണത്തിൽ പരമാവധി സീറ്റുകളും വോട്ടുകളും ലക്ഷ്യം വെക്കുക എന്നുള്ള BJPയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് CAA നിയമം അവസാന ഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കുന്നത്. ഇപ്പൊ നടപ്പിലാക്കുക എന്നുള്ളതല്ല, മമതാ ബാനർജി ഈ നിയമത്തെ എന്ത് വില കൊടുത്തും ബംഗാളിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കും എന്ന് പറഞ്ഞവരാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അവിടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇത് പരിശോധിക്കുന്ന കമ്മിറ്റി യിലുള്ള ആളുകളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അവർക്ക് അതിനകത്തൊരു മുൻതൂക്കമുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു മുൻതൂക്കമുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വലുതായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാലും, പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾ ശ്രമിച്ചില്ല എങ്കിലും വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിന് അത് അവിടെ വളരെ ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അവർ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തത്. 2019 തെരഞ്ഞെടുപ്പും അതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഈ മധുവ രാജവൻഷി വിഭാഗങ്ങളുടെ വോട്ടുകൾ നേടാൻ വേണ്ടി BJP പൗരത്വ ഭേദഗതി നിയമം വലിയ ചർച്ചാ വിഷയമാക്കുകയും അത് തങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറച്ച് വിശ്വസിപ്പിച്ച് പറയുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ്, അജണ്ടയുടെ ഭാഗമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 8 മണ്ഡലങ്ങളുടെ വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിലാക്കുന്നതിന് വേണ്ടി BJP നടത്തുന്ന ശക്തമായ ഒരു പരിശ്രമമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കി അത് വേണ്ടുന്ന നടപടികളെടുത്ത് ചിലർക്ക് പൗരത്വം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നതിലൂടെ കാണിച്ചു കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ മമതാ ബാനർജിയുടെ തന്ത്രങ്ങൾ വിലപ്പോകില്ല എന്നും വേണ്ടി വന്നാൽ BJPക്ക് നേരിട്ട് സംസ്ഥാന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമെന്നും അത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് BJP നടത്തിയ ഒരു പരിശ്രമമായിട്ടാണ് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റിൽ മത്സരിച്ചെങ്കിൽ, വിജയിച്ചുവെങ്കിൽ അതൊരു മഹാഗഡ്ബന്ധ് സഖ്യത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് കൂടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കോൺഗ്രസിന് അവിടെ 2 സീറ്റുകളെ കിട്ടിയുള്ളൂ. ബാക്കി BJP സീറ്റുകളാണ് നേടിയതെങ്കിൽ, BJP 18 സീറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയതെങ്കിൽ, ഇത്തവണ കോൺഗ്രസും CPM-ഉം CPI-യും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മഹാജനാധിപത്യ സഖ്യവും മതേതര ജനാധിപത്യ സഖ്യവും പ്രത്യേകമായും കോൺഗ്രസ് പ്രത്യേകമായും മമത പ്രത്യേകമായും മത്സരിക്കുന്നു എന്നുള്ളതാണ്. മമതാ ബാനർജിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സന്ദേശ് കാലി സംഭവവും അവർ നടത്തിയിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോഴ ആരോപണവും, സ്കൂൾ സർക്കാർ നിയമനങ്ങളിൽ അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ ആരോപണങ്ങളും, ഇതൊക്കെ മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നു. ആ ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി നേടിയെടുക്കുവാനാണ് പൗരത്വ ഭേദഗതി നിയമം അവിടെ നടപ്പിലാക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശ്ചിമബംഗാൾ എടുക്കുമ്പോൾ പൊതുവെ വരുന്ന ചോദ്യം മമതാ ബാനർജിക്കെതിരെയുള്ള വിരുദ്ധ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നിലമെച്ചപ്പെടുത്താൻ കഴിയുമോ, ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ വോട്ട് നേടാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. പല മണ്ഡലങ്ങളിലും CPM നിലമെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടും കോൺഗ്രസുമായിട്ടുള്ള സഖ്യങ്ങൾ അവിടെ വിജയം കാണുന്നതുമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ BJP അലോസരപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ വോട്ടുകൾ കഴിഞ്ഞ ചരിത്രത്തിലെ എന്നതുപോലെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ മമതാ ബാനർജിയുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാണ് വീണത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന BJP അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തവണയും ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് പതിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പൗരത്വ ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ BJP നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക്, പ്രത്യേകിച്ച് അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധാരാളം അഴിമതി ആരോപണങ്ങളിൽ പെടുന്ന മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വോട്ടുകൾ ഉണ്ടെങ്കിലും അവരെടുക്കുന്ന ഉറച്ച നിലപാടുകളും സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളും ഒക്കെ വലിയ തോതിൽ മുൻപന്നത്തേതുപോലെ സ്ത്രീ വോട്ടുകൾ അവരോടൊപ്പം അനുകൂലമാക്കിയതുപോലെ അവർ അനുകൂലമാക്കിക്കൊണ്ട് മികച്ച വിജയം കാഴ്ചവെക്കാനാകും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള നീക്കുപോക്കുകൾ, അവർ നടത്തുന്ന പ്രചരണങ്ങൾ ബംഗാളി ഐഡന്റിറ്റിയേക്കാൾ ഉപരിയായി പശ്ചിമ ബംഗാളിന്റെ മുഴുവൻ വികസനവും ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ദേശീയ അജണ്ടയിൽ ഊന്നിക്കൊണ്ടാണ് BJP പ്രചാരണം നടത്തുന്നതെങ്കിൽ
മുൻപ് കഴിഞ്ഞ 2019 ദേശീയ വിഷയങ്ങളെ ഊന്നിക്കൊണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കെട്ടാക്കുന്ന തരത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ പേര് ഇപ്പോൾ അത്രത്തോളം എറിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു കാര്യം നമുക്ക് ജൂൺ 19 വരെ കാത്തിരിക്കേണ്ടി വരും. മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കുറച്ചധികം സീറ്റുകൾ നേടാനായാൽ അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. പൗരത്വ ഭേദഗതി നിയമം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യ മുന്നണിക്കോ അതുപോലെ തന്നെ മമതാ ബാനർജിക്കോ വലിയ അനുകൂലമായ സംഭാവനകളല്ല നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഗുണഭോക്താവ് തീർച്ചയായും BJP ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മമതാ വിരുദ്ധ വോട്ടുകളും വികസനവുമായി ബന്ധപ്പെട്ട വോട്ടുകളും ഒക്കെ ഇത്തവണ തങ്ങളുടെ പെട്ടിയിലേക്ക് പതിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് BJP. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം വളരെയധികം നിർണായകമാകുന്ന ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ കഴിഞ്ഞാൽ ധാരാളം സീറ്റുകളുള്ള ഒരുപക്ഷെ ഡൽഹി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ പശ്ചിമ ബംഗാളിന്റെ സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും അതല്ല ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുമെന്നും ഒരു വിഭാഗം, BJP ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു അല്പസ്വല്പ സീറ്റുകൾ നഷ്ടപ്പെടുമെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ വോട്ടുകളെ അല്ലെങ്കിൽ ആ സീറ്റുകളെ ബാലൻസ് ചെയ്തുകൊണ്ട് തുലനം ചെയ്തുകൊണ്ട് BJP ഭൂരിപക്ഷം നേടുമെന്നും അധികാരത്തിലെത്തുമെന്നും മറ്റ് ചില സർവേകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP ഒരു നരേന്ദ്രമോദി സർക്കാർ ഒരുപക്ഷെ മുന്നണി സംവിധാനത്തിലൂടെ വീണ്ടും തുടരും എന്നുള്ള കാര്യത്തിൽ മിക്ക ആളുകൾക്കും ഒരേ സ്വരമാണ്, ഒരേ അഭിപ്രായമാണ്. അതില്ല എന്ന് പറയുന്ന ഒരൊറ്റ സർവേയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രമുഖരായിട്ടുള്ള യോഗേന്ദ്ര യാദവ് പോലും അദ്ദേഹം നിലപാട് തിരുത്തിക്കൊണ്ട് അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് NDA മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലെന്നുമാണ്. എന്നാൽ പ്രശാന്ത് കിഷോർ നമ്മളെ ഓർപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞത് BJPക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ചില സീറ്റുകൾ കുറയുമെങ്കിലും ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ 300-325 സീറ്റുകൾ നേടിക്കൊണ്ട് BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. എന്തായാലും BJPയുടെ ഓരോ പദ്ധതികളും, ഈ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവർ ഓരോ സംസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന് മുന്നിൽ ചിട്ടയായ രാഷ്ട്രീയ പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പ്രൊഫഷണൽ സംവിധാനത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന BJP തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കി കാണിച്ച ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഫലം എന്താകും എന്ന് ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ നിയമത്തിലൂടെ BJPക്ക് നേട്ടമല്ലാതെ നഷ്ടങ്ങളൊന്നും പശ്ചിമ ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കാത്തിരിക്കാം.